ഹായ് സൗമ്യയാണേ. പുതിയ വീഡിയോയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ എൻ്റെ വിഷയം എന്ന് പറയുന്നത് ഗ്യാസ് സിലിണ്ടറിലെ ലീക്കിനെ കുറിച്ചാണ്. നമ്മൾ പല രീതിയിലുള്ള ഗ്യാസ് സിലിണ്ടർ ലീക്ക് നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് നമ്മുടെ വീട്ടിലായിരുന്നാലും ഒരു പ്രശ്നവും ഇല്ലാത്ത ഗ്യാസ് സിലിണ്ടറിൻ്റെ ലീക്ക്, നമ്മൾ അടുക്കളയിലേക്ക് കയറുമ്പോൾ ഒരു സ്മെല്ല് വരുമ്പോൾ നമ്മൾ ജനൽ തുറന്നിടുക, അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാം. പക്ഷേ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടു കേട്ടോ. ഒരു ഗ്യാസ് സിലിണ്ടറിൻ്റെ ലീക്ക്, അത് എത്രമാത്രം നമ്മൾ നെഞ്ചിടിപ്പിക്കുന്നു എന്നുള്ളത് ആ വീഡിയോ കണ്ടിട്ട് വരും വീഡിയോ കാണാം. ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിയില്ല, ആ ഒരു സ്ത്രീ ആ ഗ്യാസ് സിലിണ്ടർ ലീക്ക് ആകുന്ന സമയത്ത് റെഗുലേറ്റർ ഓഫ് ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ ഒരു അപകടം ഉണ്ടാകത്തില്ലായിരുന്നു. പിന്നെ ഗ്യാസ് സിലിണ്ടറിൽ നിന്ന് ഫുള്ള് ഗ്യാസും ലീക്കായപ്പോൾ പുള്ളിക്കാരത്തി തിരിച്ചു വന്ന് കയറുക എന്നുള്ളത് തന്നെ വളരെ ഒരു തെറ്റായ കാര്യമാണ്. ഒന്നുകിൽ അത് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കുറേ നേരം കഴിഞ്ഞിട്ടൊക്കെ എന്താ വെച്ചാൽ ചെയ്യുക. പിന്നെ വേറൊരു വിഷയം, അതിനകത്ത് നമ്മൾ സാധാരണ ഗ്യാസ് ലീക്കാവുന്ന സമയത്തൊക്കെ അല്ലെങ്കിൽ തന്നെ അങ്ങനത്തെ കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് പറയാറുണ്ട്, ഒരു ഇലക്ട്രോണിക് ഡിവൈസും നമ്മൾ യൂസ് ചെയ്യരുത് കേട്ടോ. ഈവൻ ഫോൺ ചെയ്യുന്നത് പോലും സ്വിച്ച് ഇടുക, ലൈറ്റ് ഇടുക, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. അതിനകത്ത് കറണ്ട് പോകുന്നുണ്ട്. ആ ഒരു സമയത്ത് കറണ്ട് പോയിട്ട് കറണ്ട് വരുന്ന സമയത്താണ് ബ്ലാസ്റ്റ് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നത്. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കേട്ടോ. പക്ഷേ ആ സ്ത്രീ വരുന്ന സമയത്ത് കറണ്ടില്ല, അവരത് ശ്രദ്ധിക്കുന്നില്ല. എന്നാൽ അവർ വന്ന് ഗ്യാസ് സിലിണ്ടർ പൊക്കി പുറത്തോട്ട് കൊണ്ടുപോകാനായിരിക്കും രണ്ടുപേരും കൂടെ വന്നത്. അപ്പോഴത്തേക്ക് കറണ്ട് വന്ന് തീ പടർന്നു പറ്റുന്നു. തലമുടി നാരിലെന്ന് പറയും പോലെ രക്ഷപ്പെട്ടത് എന്തോ ഭാഗ്യം കേട്ടോ. എന്തായാലും ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ വീട്ടിലായിരുന്നാലും ചെറിയ രീതിയിൽ സ്മെല്ലുണ്ടെങ്കിലും വേഗം തന്നെ റെഗുലേറ്റർ ഓഫ് ചെയ്യുക കേട്ടോ. ഒന്ന് ഓഫ് ചെയ്തിട്ട് പുറത്തോട്ടൊക്കെ ഇറങ്ങി കാര്യങ്ങൾ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതൊരു അഡ്വൈസായിട്ട് കരുതുക. പുതിയ വീഡിയോയുമായി വരുന്നത് വരെ ബൈ.